ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പാമ്പ് കടിച്ചു. മകളെയും കൊണ്ട് ആശുപത്രിയിലെത്തിയ പുതുനഗരം കരിപ്പോട് സ്വദേശി ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത്. യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടി. എന്നാൽ യുവതിയുടെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചത്. വിഷം ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നായിരുന്നു ആശുപത്രി സന്ദർശിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. പാമ്പ് കടിയേറ്റ വാർത്ത പുറത്തു വന്നതോടെ ആശുപത്രി പരിസരം ശുചിയാക്കാൻ തിരക്കിട്ട നീക്കം തുടങ്ങി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്ന് രാവിലെ സ്ത്രീകളുടെ വാർഡിന് സമീപത്ത് വെച്ചാണ് അടിച്ചിറ സ്വദേശി ഗായത്രിയെ പാമ്പ് കടിച്ചത്. വാർഡ് ശുചീകരിക്കാൻ ചൂലെടുക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. യൂറിൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കുട്ടിനെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി താഴെ ഇരുത്തിയപ്പോൾ യൂറിൻ താഴെ പോയി. അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തതാണ്. വാർഡിൻ്റെ തൊട്ട് തന്നെ ചൂലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അതിനകത്ത് ഈ പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മൻ്റെ കയ്യിൽ പാമ്പ് കടിച്ചു. കയ്യിലാണ് കടിച്ചത്. അപ്പോൾ എത്രയും വേഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോൾ ആള് നിരീക്ഷണത്തിലാണ്. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ നാട്ടുകാരും ഗായത്രിയുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ കുട്ടി 8 മാസമായിട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ അഡ്മിറ്റ് ആയത്. ഇപ്പോൾ കുട്ടി ഒരു ഭാഗത്തും അമ്മ ഒരു ഭാഗത്തും ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാല് കൊടുക്കാനും മറ്റു ഒരു സൗകര്യങ്ങളും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത് ഈ ആശുപത്രിയുടെ ശുചീകരണമില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള അനാസ്ഥയാണ്. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടി. ആശുപത്രി പരിസരം മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശിച്ചു. പരിസരം പൂർണ്ണമായി ശുചീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നില്ലെന്നും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ ഇപ്പോൾ ഒരു വിഷത്തിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണാനില്ല. ഇനി ഒരു 5 മണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷം ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അത് നോക്കട്ടെ. ഇവിടെ വൃത്തിയാക്കണം എന്നുള്ളത് നമുക്ക് നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അത് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ആശുപത്രി പരിസരം ശുചീകരിച്ചു. 24 പാലക്കാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 129 പേർക്ക് ഡെങ്കിപ്പനിയും 36 പേർക്ക് H1N1 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഈ ഇത്തരം രോഗബാധയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഈ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. H1N1 ജീവനെടുക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കോളറ ഒരു പുതിയ കേസ് കൂടി തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് സംസ്ഥാനത്തെ പനിക്കണക്കിൻ്റെ ആകത്തുക? വിജയകുമാർ, ആരോഗ്യവകുപ്പ് ഇന്ന് പുറത്തുവിട്ട പനിക്കണക്കുകളിൽ നിന്ന് തന്നെ പ്രത്യേക ജാഗ്രത ഓരോരുത്തരും പുലർത്തണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഓരോ ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. 10,000-ന് മുകളിലാണ് പ്രതിദിന രോഗബാധിതർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉള്ളത്. ഇന്നത്തെ കണക്ക് പ്രകാരം 12,508 പേരാണ് ഇന്ന് വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയിട്ടുള്ളത്. 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു മരണം ഡെങ്കിപ്പനി എന്നും ഒരു മരണം വെസ്റ്റ് നൈൽ പനിയെന്നുമാണ് നിലവിൽ സംശയിക്കപ്പെടുന്നത്. ഒപ്പം ഡെങ്കിപ്പനിയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. ഡെങ്കി കേസുകളിൽ വലിയ വർധന കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 129 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം 304 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എലിപ്പനി ബാധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ പകർച്ചപ്പനി കേസുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് എന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒപ്പം ആരോഗ്യവകുപ്പ് ഡയറക്ടറും അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ച കോളറയാണ്. ഇന്ന് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് കൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം H1N1 കേസുകളും സംസ്ഥാനത്ത് ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിലും പനിബാധിതരുടെ എണ്ണം ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രധാനമായും ഉള്ളത്. കാരണം വലിയ കാലവർഷക്കെടുതികൾ പലയിടങ്ങളിലുമുണ്ട്. മഴ ശക്തമാകുന്നതോടുകൂടി തന്നെ പനി കേസുകളും ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പല ആളുകളും
ഇപ്പോഴും സ്വയം ചികിത്സ നടത്തുന്നുവെന്നതാണ്. ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായി വിദഗ്ധ ചികിത്സ തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്ന കാര്യം. ശരി പ്രതീക്ഷ, സംസ്ഥാനത്ത് ഏതാണ്ട് പ്രതിദിനം 12,000-ലധികം ആളുകൾ ചികിത്സ തേടുന്നുണ്ട് വിവിധ പനി ലക്ഷണങ്ങളോടെ എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്, സ്വയം ചികിത്സ പാടില്ല. ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് അതിന് ചികിത്സ തേടണം എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു റിപ്പോർട്ട് കുറച്ച് ആശങ്കാജനകമാണ്. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് വ്യാപനത്തിൽ മരണം 8 ഒരാഴ്ചക്കിടെ 6 കുട്ടികളാണ് മരിച്ചത്. രോഗലക്ഷണങ്ങളുമായി 15 പേരാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. പനി രൂക്ഷമാവുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നതുമാണ് ചാന്ദിപുര വൈറസ് ബാധയുടെ രീതി. 72 മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിച്ച് രോഗി മരണത്തിലേക്ക് നീങ്ങുന്നു. ജൂലൈ 10 ഗുജറാത്തിലെ സബർഗന്ത ജില്ലാ ആശുപത്രിയിൽ 4 കുട്ടികൾ രോഗലക്ഷണങ്ങളുമായി മരിച്ചത്. ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിൽ അയച്ച് സ്ഥിരീകരിച്ചു. അപ്പോഴേക്കും രോഗലക്ഷണങ്ങളുമായി 4 പേർ കൂടി ആശുപത്രിയിലെത്തി. സബർഗന്ത, ആരവല്ലി, ഖേദ്, മെഹസാന, രാജ്കോട്ട് എന്നീ ജില്ലകളിലായി 15 കേസുകളാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ എത്താൻ തുടങ്ങിയതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിക്കുന്ന എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തണമെന്നാണ് നിർദ്ദേശം. 1965 മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിൽ കണ്ടെത്തിയ വൈറസിന് ഇതുവരെ ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾക്കാണ് ചികിത്സ. 2003-2004 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി 300-ലധികം പേരുടെ ജീവനെടുത്ത വൈറസാണിത്. രോഗം പരത്തുന്നത് കൊതുകുകളും ഈച്ചകളുമായതിനാൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 24 മുംബൈ. തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചാരണമായി മാറരുതെന്ന് നടൻ ആസിഫ് അലി. സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. വിഷയം വർഗീയമായി കലാശിക്കരുതെന്ന് രമേശ് നാരായണനും പ്രതികരിച്ചു. വിവാദത്തിൽ ഫെഫ്ക രമേശ് നാരായണനോട് വിശദീകരണം തേടി. ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കാൻ വിമുഖത കാട്ടിയ രമേശ് നാരായണെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം തുടരുകയാണ്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ ചിത്രത്തിന്റെ പ്രമോഷനെത്തിയാണ് ആസിഫ് അലി നിലപാട് വ്യക്തമാക്കിയത്. രമേശ് നാരായണന്റെ സമീപനം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. രമേശ് നാരായൺ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകുമെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ആസിഫ് അലിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത്. സഹതാരം അമല പോളും വിദ്യാർത്ഥികളും ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം ഒഴിവാക്കാൻ ഇടപെട്ട ആസിഫ് അലിയോട് നന്ദിയെന്ന് രമേശ് നാരായൺ. ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന്. അപ്പോൾ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സൈബർ അറ്റാക്ക് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം. വിഷയത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആസിഫ് അലിയെ ഖേദം അറിയിച്ചു. രമേശ് നാരായണിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷമായിരുന്നു ഖേദപ്രകടനം. 24 കൊച്ചി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരിച്ച എൻ ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ജോയിയുടെ കുടുംബത്തിന് കോർപ്പറേഷൻ വീട് വെച്ച് നൽകും. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. റെയിൽവേയും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൻ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ നൽകാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കൂടാതെ ജോയിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വീടും നിർമ്മിച്ചു നൽകും. മേയർ ആര്യ രാജേന്ദ്രനാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനാണെന്നും മാലിന്യ നീക്കത്തിൽ വീഴ്ച വരുത്തിയ മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. BJP കൗൺസിലർമാരും മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു.
ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതേസമയം ജോയിയുടെ മരണത്തിൽ റെയിൽവേക്കാണ് ഉത്തരവാദിത്തമെന്ന് CPIM ആവർത്തിച്ചു. നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യത യഥാർത്ഥത്തിൽ റെയിൽവേക്ക് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ്, പാവപ്പെട്ട തൊഴിലാളിയാണ്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജോയിയെ രക്ഷപ്പെടുത്താൻ അക്ഷീണം പ്രവർത്തിച്ച ഫയർഫോഴ്സ് സ്കൂബ ഡൈവിംഗ് അംഗങ്ങളെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷും കോർപ്പറേഷനും ചേർന്ന് ആദരിച്ചു. 24 തിരുവനന്തപുരം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി മരിച്ച സംഭവത്തിൽ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു മനുഷ്യാവകാശ കമ്മീഷൻ. റെയിൽവേ ഡിവിഷണൽ മാനേജർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. വധശ്രമത്തിന് സമാനമാണ് മാലിന്യങ്ങൾ തള്ളുന്നതെന്ന് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം. കൊച്ചി പേരണ്ടൂർ കനാലിലെ മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. നടപ്പാതകളിലെ ഫ്ലക്സ് നീക്കത്തിനെതിരെയും കടുത്ത ശാസനയുണ്ടായി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയ്ക്ക് സംഭവിച്ച അപകടം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കണ്ണു തുറക്കാൻ വഴിവെക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി പേരണ്ടൂർ കനാൽ നവീകരണം വൈകുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കനാലിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ എന്തു നടപടിയാണ് സ്വീകരിച്ചത്? കോർപ്പറേഷൻ കാര്യമായി മറുപടി നൽകാത്തതിൽ കോടതിയുടെ പരിഹാസം. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു കോർപ്പറേഷന്റെ മറുപടി. കമ്മട്ടിപ്പാടത്തെ കലുങ്ക് പുനർനിർമ്മിക്കാനും കോടതി നിർദ്ദേശിച്ചു. റോഡുകളിലെ അനധികൃത ഫ്ലക്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുത് എന്നും ഓർമ്മിപ്പിച്ചു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ ഗഡ്ചിറോളിയിൽ 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. AK-47 അടക്കം ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്ന് രഹസ്യ വിവരം മഹാരാഷ്ട്ര പോലീസിന് കിട്ടിയിരിക്കുന്നു. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി നിയോഗിച്ചിട്ടുള്ള C-60 കമാൻഡോസ് ഈ വിവരം അനുസരിച്ച് 10 മണിയോടെ ഈ മേഖലയിലേക്ക് എത്തുന്നു. ഇത് ഗഡ്ചിറോളി ജില്ലയിലെ ഛത്തീസ്ഗഡ് ബോർഡറിനോട് അതിർത്തിയോട് ചേർന്നുള്ള വണ്ടോളി എന്നൊരു ഗ്രാമമാണ്. ഇവിടെ 12 മുതൽ 15 വരെ മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു വിവരം. ഈ തെരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ തിരിച്ചടിച്ചു. വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 12 മാവോയിസ്റ്റുകളെ വധിച്ചു. കൂടുതൽ പേർക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ പോലീസിന്റെ ഇപ്പോഴും തെരച്ചിൽ, ഈ മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിനിടെ 2 പോലീസുകാർക്ക് വെടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നില ഒരല്പം ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. AK-47 അടക്കം തോക്കുകൾ, വലിയ ആയുധങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം. ഇതേക്കുറിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ കൂടുതൽ വ്യക്തത പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകും. ഏതായാലും 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ഇവരിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ട C-60 കമാൻഡോസ് സമീപകാലത്ത് നടത്തിയ ഒരു വലിയൊരു ഓപ്പറേഷനാണ് ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം ഈ മേഖലയിൽ നീണ്ടുനിന്നത്. മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഗഡ്ചിറോളിയിലാണ് 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചത്. ഏറ്റുമുട്ടലിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. മഹാരാഷ്ട്ര ഗഡ്ചിറോളിയിൽ മാവോയിസ്റ്റ് വേട്ട. 12 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 പോലീസുകാർക്ക് പരിക്ക്. AK-47 തോക്കുകളടക്കം ആയുധങ്ങൾ പിടിച്ചെടുത്തു. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. തീപിടിച്ചത് നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിന്. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ആളപായമില്ല. പാലക്കാട് പോക്സോ കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ CPO അജീഷ്. 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. മലപ്പുറം മഞ്ചേരിയിൽ ക്വാറിയിലെ വെള്ളക്കെട്ടിൽ യുവാവ് മുങ്ങിപ്പോയി. കുളത്തിൽ മുങ്ങിപ്പോയത് ക്വാറിയിലെ തൊഴിലാളിയായ ഇതര സംസ്ഥാനക്കാരൻ. അഗ്നിരക്ഷാ സേനയെത്തി തെരച്ചിൽ തുടരുന്നു. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് BJPയിൽ ഭിന്നത രൂക്ഷം. യോഗി ആദിത്യനാഥിന്റെ ഭരണശൈലിക്കെതിരെ നേതാക്കൾ രംഗത്ത്. പദവി ഒഴിയാൻ തയ്യാറെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി.
വയനാട് കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം. മക്കളുടെ ഉപരിപഠനം ഉറപ്പാക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനം. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശ സംവരണത്തിന് അനുമതി നൽകുന്ന ബില്ല് മരവിപ്പിച്ച് സർക്കാർ. തീരുമാനം വ്യാപക വിമർശനമുയർന്നതോടെ. സംസ്ഥാനത്ത് 3 പനിമരണം കൂടി. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 129 പേർക്ക് ഡെങ്കിപ്പനി, 36 പേർക്ക് H1N1. പനി ബാധിച്ച് പുതുതായി ചികിത്സ തേടിയത് 12,508 പേർ. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിൽ മേയർക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം. വാർത്താമഴ തുടരുന്നു. വയനാട് കല്ലൂർ മാടോട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളുവിന്റെ ഉറപ്പ്. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകും. മക്കളുടെ ഉപരിപഠനത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. രാജുവിന്റെ വീട്ടിലെത്തിയ മന്ത്രിമാർക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത കല്ലൂരിൽ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനോട് ഒരു വിഭാഗം ആളുകൾ കയർത്തു. തുടർന്ന് മന്ത്രി രാജുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് ദേശീയപാതയിൽ നിർത്തിയിട്ടും പ്രതിഷേധം തുടർന്നു. പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷുറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് മൃതദേഹം മാറോടേക്ക് കൊണ്ടുപോയത്. രാജുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും രാജുവിന്റെ വീട്ടിലെത്തി. ഞായറാഴ്ചയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. 24 വയനാട്. സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാണ്. വിവിധയിടങ്ങളിലായി ഇന്ന് 4 പേരാണ് മരിച്ചത്. നിരവധി വീടുകൾ തകർന്നു. സംസ്ഥാനത്തുടനീളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉടനീളമുണ്ടായ മഴക്കെടുതിയിൽ ഇന്ന് 4 പേർ മരിച്ചു. ആലപ്പുഴ മട്ടാഞ്ചേരി പാളത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികനായ സിയാദ് മൻസിലിൽ ഉനൈസ് ചികിത്സയിരിക്കെയാണ് മരിച്ചത്. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് നായർകുന്ന് ചെക്ക് ഡാമിൽ വീണ് കാണാതായ മുതുകുന്നി സ്വദേശി രാജേഷിന്റെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ അലൂഷ്യസ് മരിച്ചു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കനത്ത നാശനഷ്ടം വിതച്ചത്. ഇടുക്കി കരുണാപുരത്തും ഉടുമ്പൻചോലയിലും മരം വീണ് വീടുകൾ തകർന്നു. മാങ്കുളം പെന്തക്കോസ് മിഷൻ ചർച്ചിന് സമീപം മണ്ണിടിച്ചിലിൽ ചുറ്റുമതിലും മഴവെള്ള സംഭരണിയും തകർന്നു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മാങ്ങാനം ആണത്താണത്തിന് സമീപം കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിനും ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ കാറ്റിലും മഴയിലും മലപ്പുറം ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 11 വീടുകൾ ഭാഗികമായി തകർന്നു. എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ വെള്ളം കയറി. പരപ്പനങ്ങാടിയിൽ മരം വീണ് കണ്ടെയ്നർ ലോറി തകർന്നു. കോഴിക്കോട് ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് വർദ്ധിച്ചതോടെ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 33 വീടുകളാണ് ഭാഗികമായി തകർന്നത്. വിലങ്ങാട്, പുല്ലുവ, വാണിമേൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. വനമേഖലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. വടകരയിൽ മിന്നൽ ചുഴലിയിൽ കടകൾ തകർന്നു. വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മലവെള്ളപ്പാച്ചിലിൽ തടയണകൾ തകർന്ന് കല്ലുകൾ റോഡിലേക്ക് പതിച്ചു. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മാനന്തവാടി പാൽച്ചുരം റോഡിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. വയനാട്ടിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ഇരുളം ചാത്തമംഗലത്ത് വൻമരം കടപുഴകി വീണ് വാട്ടർ ടാങ്ക് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.
കനത്ത മഴയിൽ വയനാട് ജില്ലയിലാണ് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. 28 വീടുകൾ ഭാഗികമായി തകർന്നു. 332 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 11 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ഇരുളം ചാത്തമംഗലത്ത് വൻമരം കടപുഴകി വീണ് വാട്ടർ ടാങ്ക് തകർന്നു. പാൽച്ചുരത്തിൽ നാളെ മുതൽ രാത്രി യാത്ര നിരോധിച്ചു. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, പൊതുവെ മഴയുടെ ശക്തിക്ക് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ മഴ തുടരുകയാണ്. നാശനഷ്ടവും കുറച്ച് കടുത്തിട്ടുണ്ട്. എന്താണ് ഈ രാത്രി വൈകി അവിടെ നിന്നുള്ള വിവരങ്ങൾ? വയനാട്ടിൽ ഇപ്പോൾ അന്നായി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കനത്ത മഴ എന്ന് പറയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ രാത്രിയിൽ മഴ പെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലർട്ട് ആണ് ഉള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ജില്ല. മാത്രമല്ല, ഈ ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അതായത് മലയോര മേഖലയിലെല്ലാം തന്നെ താമസിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പുഴയോരത്ത് താമസിക്കുന്നവർക്കും സമാനമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 332 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 28 വീടുകൾ ഇതുവരെ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ. 25 ഏക്കറോളം കൃഷിനാശവും ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അസാധാരണ സംഭവം എന്ന് പറയുന്നത് പുലർച്ചെ ഉണ്ടായിട്ടുള്ള ഒരു മലവെള്ളപ്പാച്ചിലാണ്. അത് കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ്. കൽപ്പറ്റ നഗരത്തിലെ ബൈപ്പാസിലാണ്, കൈനാട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ബൈപ്പാസ് തുടങ്ങുന്ന അവിടെ തന്നെയാണ് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടൽ എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തി നടത്തിയ പരിശോധനയിലാണ് ഇതിന് മുകളിൽ നേരത്തെ ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വെള്ളക്കെട്ടുണ്ടായ ഒരു സാഹചര്യം മലയ്ക്ക് മുകളിലുണ്ട്. മാത്രമല്ല, ഈ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ മഴയുമായതോടുകൂടി ബണ്ട് തകർന്ന് താഴേക്ക് വെള്ളം കുതിച്ച് എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന നിലയാണ് ഉണ്ടായത്. കാരണം വലിയ പാറകളും കല്ലുകളും എല്ലാം തന്നെ വന്ന് ചിതറുന്ന അവസ്ഥ ഉണ്ടായി. പിന്നീട് 8 മണിയോടുകൂടിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. രാത്രിയിലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇരുളത്ത് പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടിന്റെ സമരഭൂമിയാണ് അത്. ആ സമരഭൂമിയിലെ ഷെഡിന്റെ ഭാഗമായുള്ള ആ മേഖലയിൽ ഒരു വാട്ടർ ടാങ്ക് തകർന്നതായിട്ടുള്ള വിവരമുണ്ട്. അവിടെ വൈദ്യുതി കമ്പി മരം വീണ് തകർന്നിട്ടുണ്ട്. മാത്രമല്ല, പുഴകളിലെല്ലാം തന്നെ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. കബനി, അതോടൊപ്പം പനമരം പുഴ, മറ്റ് ചെറുപുഴകൾ, ഈ പനമരം പുഴയിലേക്കും കബനിയിലേക്കും എത്തുന്ന മറ്റ് ചെറുപുഴകൾ, നൂൽപ്പുഴ അടക്കമുള്ള പുഴയും കല്ലൂർ പുഴയും എല്ലാം തന്നെ പലയിടങ്ങളിലും കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം നിലവിലുണ്ട്. വിജയകുമാർ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 സ്കൂളുകൾക്കാണ് ഈ അവധി ബാധകമാകുക. ചേവായൂർ NGO ക്വാർട്ടേഴ്സ് ഹൈസ്കൂൾ, കോഴിക്കോട് IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൂളി GLP സ്കൂൾ, മുട്ടോളി ലോലയിൽ അങ്കണവാടി എന്നിവയ്ക്കാണ് അവധി. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി ബാധകമെന്ന് കളക്ടർ അറിയിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് എന്ന് കളക്ടർ അറിയിക്കുന്നു. ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ADM വ്യക്തമാക്കുന്നത്. തൃശൂർ ജില്ലയിൽ അവധിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ അവധിയുണ്ട് എന്ന മട്ടിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ് ജില്ലാ അധികൃതർ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ചില പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് BJPയിൽ ഭിന്നത രൂക്ഷം. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി രാജിസന്നദ്ധത അറിയിച്ചു. UPയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. BJPയിൽ കസേരയ്ക്ക് വേണ്ടി പിടിവലിയാണെന്ന് അഖിലേഷ് യാദവ് പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ വിമർശനവുമായി ഒരു വിഭാഗം നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. നേരത്തെ സംസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിനിടെ സർക്കാരിനേക്കാൾ വലുത് സംഘടനയാണെന്നും സർക്കാരും മന്ത്രിമാരും MLAമാരും
ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കണമെന്നും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയ കേശവ് പ്രസാദ് മൗര്യ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായാണ് സൂചന. ഉത്തർപ്രദേശിൽ സംഘടനാതലത്തിലും സർക്കാരിലും പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഉത്തർപ്രദേശിൽ BJP ദുർബലമായി എന്നും ഇപ്പോൾ നടക്കുന്നത് കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പരിഹസിച്ചു. भारतीय जनता पार्टी के लोग आपस में लड़कर के और कुर्सी की लड़ाई में पूरा एडमिनिस्ट्रेशन खत्म कर दिया है, जहां इन्हीं के विधायक इन्हीं के लोग आरोप लगा रहे हैं कि भ्रष्टाचार चल रहा है. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചുവരാനാകില്ലെന്നും 2027 BJP സർക്കാർ രൂപീകരിക്കുമെന്നും കേശവ് പ്രസാദ് മൗര്യ പ്രതികരിച്ചു. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ട്, IT മേഖലയിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് കന്നഡ സംവരണ ബിൽ താൽക്കാലികമായി മരവിപ്പിച്ചു. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് കർണാടക സർക്കാർ അറിയിക്കുന്നത്. കർണാടകയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ തദ്ദേശ സംവരണത്തിന് അനുമതി നൽകുന്നതായിരുന്നു ബില്ല്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, കൂടിയാലോചനകളില്ലാതെയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് വ്യവസായ വാണിജ്യ മേഖലയിലുള്ളവരുടെ വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണോ സർക്കാർ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയത്? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പിൻവലിച്ചത് ചർച്ചയായിരുന്നു. അതിന് തുടർച്ചയായി ഈ തീരുമാനത്തെ കാണാമെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഈ സംവരണം നടപ്പിലാക്കാനുള്ള ബിൽ അതിനെ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ വിമർശനവും എതിർപ്പും ഈ വൻകിട IT കമ്പനികളിൽ നിന്ന് ഭാഗമായും അതോടൊപ്പം തന്നെ വ്യവസായ സംഘടനകൾ, വ്യവസായികൾ എന്ന് ഒരേ തരത്തിൽ ഈ സർക്കാരിന്റെ നീക്കത്തിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതായത് കർണാടകയിൽ നിന്ന് ഈ കമ്പനികൾക്ക് വിട്ടുപോകേണ്ട സാഹചര്യം പോലും ഉണ്ടാകും എന്ന തരത്തിൽ IT കമ്പനികളുടെ പ്രതിനിധികൾ പ്രതികരിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഈ സമ്മർദ്ദം ഒരു വശത്തുണ്ട്. അതിന് പിന്നാലെയാണ് സർക്കാർ തലത്തിൽ വളരെ പെട്ടെന്നൊരു ആലോചന നടത്തി ഇതിപ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ ചർച്ചകൾ, വിദഗ്ധമായ പഠനത്തിന് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നതാണ് സർക്കാർ ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് തന്നെ തന്റെ ഈ എക്സ്പോസ്റ്റ് പിൻവലിച്ച് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇതിൽ ഇത്ര വലിയ വിമർശനവും എതിർപ്പും ഉണ്ടാകുമെന്ന് സർക്കാർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല. വളരെ പെട്ടെന്നാണ് IT കമ്പനികൾ ഇതിൽ വളരെ സഡനായിട്ടാണ് പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾക്ക് സർക്കാർ വഴങ്ങി എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. നടപടിക്രമങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി കർണാടക സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ട്. വിജയകുമാർ, കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സംവരണത്തിന് അനുമതി നൽകുന്ന ബില്ലായിരുന്നു നിയമസഭ പാസ്സാക്കിയത്. അത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. വലിയ എതിർപ്പ് IT മേഖലയിൽ നിന്ന് ഉയർന്നു. അതിനെ തുടർന്നാണ് അത് തൽക്കാലം മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രത്യേക ധനസഹായ പദ്ധതിയുമായി മഹാരാഷ്ട്ര സർക്കാർ. യുവാക്കൾക്ക് പ്രതിമാസം 6000 മുതൽ 10000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഇന്ന് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, മാസങ്ങൾ മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന ഭരണം നിലനിർത്താൻ ഖജനാവിൽ നിന്ന് പണമെറിഞ്ഞുള്ള തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഷിൻഡെ സർക്കാർ. ലാഡ്ല ഭായ് യോജന എന്ന പേരിലാണ് പുതിയ പദ്ധതി. 12ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് 6000 രൂപ, ഡിപ്ലോമ പഠിക്കുന്നവർക്ക് 8000 രൂപയും ബിരുദമുള്ളവർക്ക് 10000 രൂപയുമാണ് പ്രതിമാസ സഹായമായി ലഭിക്കാൻ പോകുന്നത്. നേരത്തെ മാജി ലഡ്കി ബഹിൻ യോജന എന്ന പേരിൽ സ്ത്രീകൾക്ക് പ്രതിമാസ സഹായധനം നൽകുന്ന പദ്ധതിയും ഷിൻഡെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സർക്കാർ വേർതിരിച്ചു കാണുന്നില്ലെന്ന് ഇന്ന് പന്തർപൂരിൽ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഷിൻഡെ പറഞ്ഞു. യുവാക്കൾക്ക് ഫാക്ടറിയിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പിനും പദ്ധതി അവസരമൊരുക്കും. 24 മുംബൈ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ പുളിങ്കുന്നിൽ നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. നാട്ടുകാർ തീ അണച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് തീ പിടിച്ചത് ഈ ഹൗസ് ബോട്ടിന്?
വിജയകുമാർ, ഇന്ന് വൈകിട്ട് 6:30 പുളിങ്കുന്ന് പമ്പയാറ്റിലാണ് ഈ സംഭവം. കുട്ടമംഗലത്താണ് ഈ സംഭവം. മാധവ എന്ന ബോട്ടാണ്, ജയേഷ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ ജെട്ടിക്ക് സമീപം കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് 6:30 ഈ ബോട്ടിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ജീവനക്കാർ 5 പേരുണ്ടായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 5 ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് ആറ്റിലെ വെള്ളം എടുത്ത് ഒഴിച്ച് കിടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ തീ കൂടുതൽ ആളി പടർന്നു. ജനവാസ മേഖലയല്ലായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ ഓടിയെത്തി അവിടെ വെള്ളം നനച്ച് ഈ ബോട്ടിലെ തീ കെടുത്തുകയായിരുന്നു. പിന്നീട് പുളിങ്കുന്ന് പോലീസ് അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിനുള്ള കാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പാചകവാതക സിലിണ്ടറോ അല്ലെങ്കിൽ മറ്റ് തീ കത്താനുള്ള മറ്റ് എന്തെങ്കിലും ഉപകരണങ്ങളോ സാമഗ്രികളോ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ പുളിങ്കുന്ന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ ആലപ്പുഴ പുളിങ്കുന്നിൽ നിന്നാണ്. അവിടെ നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിനാണ് ഇന്ന് വൈകിട്ട് 6:30 തീ പിടിച്ചത്. നാട്ടുകാർ ചേർന്ന് തീ അണച്ചു. ആർക്കും പരിക്കില്ല, മറ്റു പ്രശ്നങ്ങളില്ല. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ചെങ്ങളായിയിൽ കണ്ടെത്തിയത് നിധി തന്നെയാണെന്ന് പുരാവസ്തു വകുപ്പ് സ്ഥിരീകരിച്ചു. 350 വർഷത്തിലധികം പഴക്കമുള്ള ആഭരണങ്ങളും നാണയങ്ങളുമാണ് കണ്ടെത്തിയത് എന്നാണ് സ്ഥിരീകരണം. നിധിശേഖരം ഏറ്റെടുക്കുമെന്നും ആവശ്യമെങ്കിൽ വിശദമായ പഠനം നടത്തുമെന്നും പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. ശ്രീകണ്ഠാപുരം പരിപ്പായിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഴക്കുഴിയെടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചത് അപൂർവ നിധിയെന്ന് ഒടുവിൽ സ്ഥിരീകരണം. 1659 കാലഘട്ടം മുതലുള്ള വെനീഷ്യൻ ഡക്കാറ്റിനത്തിൽപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ മുതൽ ആലിരാജയുടെ കണ്ണൂർ പണം വരെയുണ്ട് നിധിശേഖരത്തിൽ. ഫ്രാൻസിസ്കോ കോഡാന്റെ നാണയങ്ങൾ, വീരരായൻ പണം അഥവാ സാമൂതിരി വെള്ളി നാണയം, ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ, പുതുച്ചേരി കോയിനുകൾ തുടങ്ങിയവയാണ് നിധിശേഖരത്തിലുള്ളത്. 1826 ശേഷം ആയിരിക്കണം ഈ നിധിശേഖരം ഉണ്ടായിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് അവിടെ വന്നത്, എന്താണ് അതിന്റെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. ആർക്കിയോളജി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് നിധി പരിശോധിച്ചത്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്ന നിധിശേഖരം വിദഗ്ധ പരിശോധനയ്ക്കും പഠനത്തിനും വിധേയമാക്കും. 24 കണ്ണൂർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. കാണാം കൂരായണം. നമസ്കാരം.